സജി മഞ്ഞക്കടമ്പിൽ, നിങ്ങൾ അൻവറിന്റെ വാർത്താ സമ്മേളനം ഒരു ദിവസം മുഖ്യമന്ത്രിക്കെതിരെ, ഒരു ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ, ഇങ്ങനെ ഊഴമിട്ട് ഓരോ ദിവസമായി ഓരോ കാര്യങ്ങൾ പറയുക എന്നതാണോ ഉദ്ദേശ്യം? അല്ല, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞോ അതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിന് മറുപടി ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറയാൻ അവർ തയ്യാറാവേണ്ട. അതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങളിലേക്ക് എത്തും. അവർ അതിൻ്റെ മറുപടി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അത് പ്രതിഫലിക്കും. അതിനുവേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് അദ്ദേഹത്തിന് മടിയില്ല, പണ്ടും മടിയില്ല, ഇപ്പോഴും മടിയില്ല. കൃത്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുന്നു. നമുക്കറിയാം, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവർ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് പിണറായി വിജയനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ ദുർഭരണത്തിനും വിലക്കയറ്റത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് വന്യജീവി ആക്രമണം, മലയോര മേഖല അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ ഒരവസ്ഥ. ആ വന്യജീവി ആക്രമണം അത് തടയാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. മുന്നണിക്ക് അകത്തുനിന്ന് പറഞ്ഞു, പുറത്തുനിന്ന് ഇപ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, അല്ല, ആ പ്രതിപക്ഷത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ശ്രീ VD സതീശൻ എന്താണ് ചെയ്തത്? ശ്രീ PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണം തുറന്നു കാട്ടാൻ UDF-ലേക്ക് കടന്നു വന്നു. UDF-ന്റെ അനുമതിയോടുകൂടി അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ UDF-ലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ UDF-ലേക്ക് എടുക്കാതെ അദ്ദേഹം പെരുവഴിയിലാക്കി. അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള UDF നേതൃത്വത്തിന്റെ മുഴുവൻ പേരുടെ ചില ആളുകളുടെ ശ്രമം, ആ ശ്രമത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഈ വോട്ടുകളൊക്കെ രണ്ടും ശ്രീ PV അൻവറിലേക്ക് മാത്രമായിരിക്കും എത്തുന്നത്. അദ്ദേഹം ആത്മവിശ്വാസം. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, അപ്പോൾ നിങ്ങൾ പിണറായി സത്തിനെതിരെയാണ് നിങ്ങളുടെ ആദ്യ പോരാട്ടമെങ്കിൽ ആ പോരാട്ടത്തിൽ അവിടെ പ്രതിപക്ഷമുണ്ട്. ആ പോരാട്ടത്തിൽ നിങ്ങൾക്കാണ് വോട്ട് കിട്ടുക, പ്രതിപക്ഷത്തിന് കിട്ടില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ തെളിയിക്കുക? പറഞ്ഞു തെളിയിക്കാൻ പറ്റുമോ? അല്ല, കോൺഗ്രസിന് അല്ലെ UDF-നുള്ള കുറച്ച് വോട്ടുകൾ അവർക്ക് അവിടുത്തെ സ്ഥാനാർത്ഥി കിട്ടും. ഈ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ ആര്യയുടെ ഷൗക്കത്തിന് സാധിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ശ്രീ PV അൻവർ മത്സരിക്കുന്നത്. PV അൻവർ അവിടെ ഇനി PV അൻവർ കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി കൂടി അവിടെ പിന്തുണ കൊടുത്താലും ശ്രീ ആര്യയുടെ ഷൗക്കത്ത് ജയിക്കില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ 2016-ലും 2021-ലും ഇടത് സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ ഇടത് വോട്ടുകൾ മാത്രം കിട്ടിയിട്ടല്ല താൻ വിജയിച്ചതെന്ന് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹത്തിന് കൃത്യമായി കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു, ഐ ഗ്രൂപ്പിൽ നിന്നും ഒരു വോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസിനകത്ത് ഭിന്നതയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു. അൻവർ കോൺഗ്രസിനെ ഒരുമിപ്പിച്ചിരിക്കുന്നു, മുന്നണിയെ ഒരുമിപ്പിച്ചിരിക്കുന്നു. ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി 2026 എന്ന ഒറ്റ ലക്ഷ്യത്തിൽ, നിലമ്പൂർ നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിൽ അൻവറിന് നന്ദി പറയുന്നുണ്ട് ഒരു തരത്തിൽ. ആയിക്കോട്ടെ, നന്ദി പറഞ്ഞോട്ടെ. ഞങ്ങൾക്കറിയാം ഏതൊക്കെ മേഖലകളിൽ നോട്ട് UDF-നകത്തുനിന്നും LDF-നകത്തുനിന്നും BJP-ക്കകത്തുനിന്നും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒക്കെ വോട്ട് അൻവറിന് ലഭിക്കും. കാരണം അദ്ദേഹത്തെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെ വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമം, അത് UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുള്ള ഗൂഢശ്രമത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ അവർ പ്രതികരിക്കും. അവർ അൻവറിന് പിന്തുണ കൊടുക്കും. അൻവർ വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. അൻവർ ഉന്നയിച്ച ആശയങ്ങൾ, അൻവർ പറഞ്ഞ ആ കാര്യങ്ങൾ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങൾ ആണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത കാലത്ത് തന്നെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ ശ്രീ PV അൻവറെ ശ്രീ പിണറായിയുടെ പോലീസ് പിടിച്ച് ജയിലിലടച്ചത് നമ്മൾ കണ്ടില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയാണ് പ്രിയപ്പെട്ട ശ്രീ PV അൻവർ. ആ പോരാളിയെ ഇല്ലാതാക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ പോരാളിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. കഴിഞ്ഞ 9 വർഷക്കാലം 9 വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം സർക്കാരിന്റെ പണം മാത്രമല്ല, സ്വന്തം പോക്കറ്റിലെ പണം കൂടി അദ്ദേഹം ആ നാടിന്റെ അല്ലെ അവിടുത്തെ വികസനത്തിന് അദ്ദേഹം CPM-മായി പിണങ്ങിയ ശേഷം ഒരു തരത്തിലുള്ള പദ്ധതികളും നിലമ്പൂരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വിജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം? അല്ല, അത് എന്തായാലും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ജനപ്രതിനിധിയിൽ അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയപരമായി അതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചിട്ട് നിലമ്പൂർ ജനതയ്ക്ക് എന്ത് കാര്യം?
അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ UDF ജയിച്ചാൽ കാര്യമുണ്ട്? ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ തരത്തിലുള്ള ക്രൂരമായ വേട്ടയാടൽ നിലമ്പൂരിലെ ജനങ്ങളെ അപമാനിച്ചു. അല്ല, അവർക്ക് വികസനം അതിനെതിരെ തിരിച്ചടി. നിസ്സഹായൻ ആണ് എങ്കിലും എന്ന് പറയുന്നത് ഗവൺമെന്റ് സർക്കാരിന്റെ പിന്തുണ ഇല്ലെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനും ശ്രീ PV അൻവറിന് സാധിക്കും. ആ ജനങ്ങൾക്കറിയാം, അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ അദ്ദേഹം മുമ്പിൽ നിന്നുകൊണ്ട് പോരാടുമെന്നറിയാം. ഒരു ജനപ്രതിനിധിയായി നിന്ന് പോരാടിയാൽ തീർച്ചയായിട്ടും പലതും, അല്ലെങ്കിൽ സർക്കാർ ആ ജനപ്രതിനിധിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും, കീഴടങ്ങേണ്ടി വരും. കീഴടക്കുവാനുള്ള ശേഷിയും ചേമുഷിയും ശ്രീ PV അൻവറിന് ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. Debate with Smriti Parathikkad.